ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ചിക്കൻ കറി വെച്ചാലോ? കേരള സ്റ്റൈൽ നല്ല കിടുക്കനൊരു ചിക്കൻ കറി. അധികം ചാറൊന്നും ഇല്ലാത്ത ഒരു ചിക്കൻ പെരട്ടൊന്നുമല്ല, ഒരു ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറി എന്ന് പറയാവുന്നൊരു സാധനം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവോള എടുക്കുക, അരിയുക. നമ്മളതുകൊണ്ട് അധികം സവോള അരിയൊന്നും കാര്യമൊന്നും കാണിക്കുന്നില്ല. അതൊരു ജസ്റ്റ് ആ ഒരു സവോള എടുത്ത് അരിഞ്ഞു അത്ര കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അറിയാമല്ലോ. സവോള ആവശ്യത്തിന് അരിഞ്ഞിടുക. ഞാനൊരു 5 സവോള എടുത്തിരിക്കുന്നത്. ഒരു 1.5 കിലോ 2 കിലോയുള്ള ചിക്കൻ. പിന്നെ മീറ്റ് ഒരു 1.5 സംതിങ് വരുന്ന ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തക്കാളി, ഒരു ഇച്ചിരി മല്ലിയില, പുതിനയില, അതെല്ലാം കൂടി ഇട്ട് അതും അടിച്ചെടുക്കണം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ആവശ്യത്തിനുള്ള വേപ്പില, കാര്യങ്ങളെല്ലാം എടുത്ത് വയ്ക്കുക. അതിനുശേഷം നേരെ ചിക്കൻ നന്നായിട്ട് കഴുകി എടുക്കുക. ചിക്കൻ അധികം വെള്ളത്തിലിട്ടേക്കും, കാരണം ചിക്കൻ ഓൾറെഡി നല്ല വെള്ളമുള്ളതാണ്. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പിന്നെയും വെള്ളം കുടിച്ച് വീർക്കുന്നതാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഴുകി പിഴിഞ്ഞ് റെഡിയാക്കി ഇടുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സവോള, ഇഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമ്മൾ കാണിച്ചല്ലോ. അപ്പം അത് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഉരുളി എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരെ സവോള തട്ടുന്നു. ആ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതായത് കരിച്ചെടുക്കരുത്, നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാനുള്ള മാർഗ്ഗമാണ് ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളത്. ഉപ്പിട്ട് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വഴണ്ട് കിട്ടും. നമ്മൾ കുറച്ച് ചിക്കൻ വറുക്കുകയും ചെയ്യുന്നുണ്ട്. വറുക്കാൻ വേണ്ടിയുള്ള കൂട്ടാണിത്. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, സ്വല്പം ഗരം മസാല, ഇത്രയും സാധനം. നേരെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. നാരങ്ങയൊക്കെ പിഴിയുമ്പോൾ എന്തും കാണിക്കരുത്. 1-2 മുറി നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് വേറെ വെള്ളവും കാര്യമൊന്നും ചേർക്കണ്ട. നാരങ്ങയുടെ നീരും ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ല പടപടാന്ന് അങ്ങോട്ട് ഇടുക. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല റെഡിമണിയായിട്ട് വെക്കുക. നമ്മൾ വറുക്കാനായിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മളൊരു ഇച്ചിരി സാധനം എടുത്ത് ജസ്റ്റ് ഒന്ന് കൂട്ടത്തിലൊന്ന് വറുക്കുന്ന അത്രേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ സവോള വഴണ്ട കാരണം അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. സവോള ഒരു പകുതി വഴണ്ടൽ കഴിഞ്ഞതിന് ശേഷമേ അത് ഇടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി കൊടുത്തതായി പച്ചമുളകും കൂടെ അങ്ങോട്ട് ആ സമയത്ത് ഇട്ട് കൊടുക്കാവുള്ളൂ ഇത്രയും സാധനം. അപ്പോൾ അതെല്ലാം കൂടെ, അതായത് ഈ സവോളയുടെ ബാക്കി ഒരു പകുതി വഴണ്ടിലാകുമ്പോൾ വഴണ്ട് വരുമ്പോൾ ഇട്ട് കൊടുക്കുക. ബാക്കി ഏകദേശം വീണ്ടും പിന്നെ ഫുള്ള് വഴണ്ട് വരുമ്പോഴേക്ക് ഇത് കറക്റ്റ് കൂട്ടാവും. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു സ്മെല്ലൊക്കെ മാറി തുടങ്ങും. പിന്നെ വേറൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള പിന്നെ പച്ചമുളകും കൂടെ വെച്ച് കയറാൻ നേരത്ത് വേറൊരു പ്രത്യേക സ്മെല്ല് വന്നു തുടങ്ങും. അത് വെച്ച് നമ്മളതിൻ്റെ തൈ കൂട്ടാനായിട്ട് നന്നായിട്ട് പിന്നെ നടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുമ്പോഴേക്ക് എണ്ണയൊക്കെ അത്യാവശ്യം അതിൻ്റെ അകത്തുള്ളതൊക്കെ ഒഴുകി വരും. പോരാത്തൊരു ഇച്ചിരി എണ്ണയും കൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനകത്തേക്ക് ഒരു കിള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ 2 സ്പൂൺ മുളക് പൊടി. അപ്പം നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് എല്ലാം നമ്മൾ എണ്ണയിലേക്ക് തന്നെ ഇടുക. കാര്യം എണ്ണ അത്യാവശ്യം ഇതൊന്ന് മൂത്ത് വരാനുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ മസാല നമുക്ക് ഇപ്പം ചിക്കൻ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു 1.650. അപ്പം നമുക്കൊരു 4-5 ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവ്, ഒരു 4-5 സ്പൂൺ, അതായത് 3-4 മതി. അത് ഓരോരുത്തരുടെ മസാലയുടെ പവറും കുത്തലും നോക്കിയിട്ട്. പക്ഷേ ഈ ഒരു കറിയിലെ അവസാനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മസാലയുടെ കുത്തലോ എരിവോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരത്തില്ല. കാര്യം നമ്മൾ ഇത് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ്. അത് കണ്ടാൽ കറക്റ്റ് അറിയാം. നമ്മളിപ്പോൾ ഈ ചേർക്കുന്നത് തക്കാളി, മല്ലിയില, ഒരു ഇച്ചിരി പുതിയനല്ല, ഇത്രയും സാധനമായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ പേസ്റ്റാണ് അത്. എന്ന് വെച്ചാൽ അത് തന്നെ കഴുകിയ വെള്ളം ഇട്ടതി ഒഴിക്കുക. ചിക്കൻ നമ്മൾ വേവിക്കുന്നതൊന്നുമില്ല.
അതിനും ചിക്കൻ കുക്കറിലടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഡയറക്റ്റ് ഇതിലിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ വെള്ളം മുഴുവൻ ഇറങ്ങും. പിന്നെ ആവശ്യത്തിനുള്ള ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ അങ്ങോട്ട് ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇപ്പം തന്നെ തിളയായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിള പൊട്ടണം. തിള പൊട്ടിയിട്ടില്ല, പിന്നെ തീ കുറവാണെങ്കിൽ ഒന്ന് തിള പൊട്ടിയതിന് ശേഷം മാത്രമേ ചിക്കൻ ചേർക്കാവുള്ളൂ. ചിക്കൻ ചേർക്കുക, നേരെ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കുക. ഇനി ചിക്കൻ്റെ വെള്ളം തന്നെ നല്ല രീതിയിൽ ഇറങ്ങിക്കോളും. ഇത് ചിക്കൻ്റെ വെള്ളം തന്നെ ആണോന്ന രീതിയിൽ ഇറങ്ങിക്കോളും. നല്ല രീതിയിൽ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മൾ നന്നായിട്ട് പറ്റിച്ചെടുക്കണം. ഈ വെള്ളം പറ്റി വരുമ്പോഴേക്കും ചിക്കൻ നല്ല സ്മൂത്തായിട്ട് വെന്ത് നല്ല സ്റ്റൈലായിക്കോളും. നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മൾ ചെറിയൊരു പാത്രം നമ്മൾ വെച്ചു. പിന്നെ എന്തിനാണ് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ പെരട്ടി വെച്ചിരുന്ന ചിക്കൻ വറുത്തെടുക്കാം. അതിന് വേണ്ടിയാണ് ഒരു ചെറിയ എണ്ണ, കുറച്ചെണ്ണ, കാരണം കുറേശ്ശെ അപ്പാടെ 10-20 പീസ് വറുക്കാനുണ്ട്. ചെറിയ 10-20 പീസ് അങ്ങോട്ടിട്ടു. നാരങ്ങ നീരും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇത്രയും പത വരുന്നത്. വേറെ ഒന്നും പേടിക്കണ്ട. അല്ലെങ്കിൽ കാണുന്നവർക്ക് ഇതെന്താണ് പ്രശ്നമെന്ന്. നാരങ്ങ നീരൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് വരും. നമ്മൾ നേരെ അതങ്ങോട്ട് വെക്കുക. അത് അവിടെ നിന്ന് പിന്നെ വറുത്ത് റെഡിയായി മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അപ്പുറത്ത് കറികളും കാര്യങ്ങളും നടക്കും. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാ പരിപാടിയും നടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇത് സ്റ്റൗവിൽ ഗ്യാസിലാണ് ചെയ്യുന്നത്. മറ്റേത് വിറകടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായി എന്നിടക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ നോക്കിയേക്കണം. പിന്നെ ആ സമയത്ത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, എരിവും ബാക്കി മണങ്ങളും എല്ലാം തരുന്ന സാധനങ്ങളാണ് കുരുമുളക് പൊടി വിത്ത് ഗരം മസാല. അത് കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിടാം. പിന്നെ ഗരം മസാല ഈ കറിക്ക് ഞാനിടുന്നത് 3 സ്പൂണാണ്. 3 തൊട്ട് 4 സ്പൂൺ വരെ നമുക്ക് ഗരം മസാല ചേർക്കാം. അത് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ പിന്നെ കുരുമുളക് പൊടിയും ഞാനൊരു 2 തൊട്ട് 3 സ്പൂൺ വരെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തോരമാണോ എരിവ് ആവശ്യം അത്രയും ചേർക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളി നല്ല സൂപ്പർ ചിക്കൻ കറി ആയിട്ടുണ്ട്. അതായത് അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രമായിരിക്കും. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ കറി ഒരിച്ചിരി പാടായിരിക്കും. അവർക്ക് ചിക്കൻ എടുത്ത് കഴുകി കൊടുക്കേണ്ടി വരും. എന്ന് കരുതി ഇത് എരിവ് കൊണ്ട് വായി വെക്കാൻ പറ്റാത്ത കറിയൊന്നുമല്ല. ഈ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു അരിപ്പെട്ട ഏത് ടീമിനും അത്യാവശ്യം ഒരു കേരള സ്റ്റൈലിലൊരു സ്പൈസി ചിക്കൻ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് നല്ല അടിപൊളിയായിട്ട് പിന്നെ ചോദിച്ച് കഴിക്കും. കാര്യം അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടും ചോദിച്ചിട്ടേ പോവുകയുള്ളൂ. എന്നെ തീർന്നിട്ടില്ല. എൻ്റെ അകത്തേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത്. എന്ന് വെച്ചാൽ മല്ലിയിലും പുതിനയിലും ടേസ്റ്റ് കൊണ്ട് വായി വെക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ആകത്തില്ല. ഇതൊക്കെ ഒരു ലയത്തിലങ്ങോട്ട് കയറി പൊക്കോളും. ഇത് ഈ പരുവത്തിലൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കുക. നോക്കിയിട്ട് ആരും മോശമായി പോയി എന്ന് പറയാൻ സാധ്യതയില്ല. കാര്യം ഇവിടെ ഞാൻ വെക്കുന്ന കറികൾ ഇവിടെ നമ്മുടെ അടുത്തുള്ളവർക്കാണെങ്കിലും ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. കാര്യം അതുകൊണ്ടാണ് നമ്മൾ കറിയും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാതെ ഈ പരുവത്തിൽ ഒരു ഗ്രേവി കുറച്ച പരുവത്തിൽ നമ്മൾ നേരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.